അഭി അർജുനെ എമിക്കും കാർത്തിക്കും പരിചയപ്പെടുത്തി കൊടുത്തു. എമി, കാർത്തിക, ഇതാണ് നിങ്ങളുടെ CEO ഡോക്ടർ അർജുൻ. അവൻ്റെ നോട്ടം കാണുകെ അഭിവേഗം അവരോട് രണ്ടുപേരോടുമായി പറഞ്ഞു. നിങ്ങൾക്ക് പോകാം. അത് കേൾക്കെ രണ്ടും താഴേക്ക് പറഞ്ഞു. തൻ്റെ മുന്നിലൂടെ ഓടിയകലുന്ന എമിയെ ഒരു പകപ്പോടെ നോക്കി അർജുൻ. അവൻ്റെ കണ്ണുകൾ പോലും അറിയാതെ അവളുടെ പിറകെ പോയി. അഭി ഒന്ന് ഉറക്കെ ചിരിച്ചു. അർജുൻ കത്തുന്ന കണ്ണുകളോടെ അഭിയുടെ നേരെ തിരിഞ്ഞു. അവൻ്റെ കുത്തിനെ പിടിച്ച് അകത്തേക്ക് തള്ളി. ഡാ പുല്ലേ, ആരാത്? അർജുൻ അത് ചോദിക്കുമ്പോഴും അവനെ വല്ലാതെ കിതച്ചു. ഡാ അർജുൻ, റിലാക്സ്, അഭി പറഞ്ഞു. അതിന് അവൻ അഭിയുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞു. ഡാ അർജുനെ, ഇതാ ഞാൻ പറഞ്ഞ സർപ്രൈസ്. പക്ഷേ അത് നീ ഇവിടേക്ക് വന്ന ദിവസം തന്നെ നിൻ്റെ മുന്നിലേക്ക് എഴുന്നള്ളുമെന്ന് ഞാൻ വിചാരിച്ചോ? അഭി പറഞ്ഞു. അർജുൻ കണ്ണുകളടച്ച് ദേഷ്യം നിയന്ത്രിച്ചു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ആൻസർ കിട്ടിയില്ല. പറ, ആരാ അവൾ? അഭി പറഞ്ഞു. എമി. അർജുൻ ചോദിച്ചു. അതാ ചോദിച്ചത് ആരാണെന്ന്. അവളുടെ പേര് നീ പറഞ്ഞു, ഞാൻ കേട്ടു. എനിക്ക് ചെവിക്ക് കേൾവിക്കുറവില്ല. അതല്ല എനിക്കറിയേണ്ടത്. അവളെ ഇങ്ങോട്ടേക്ക് അയച്ചത് ആരാ? അവളുടെ വീട്, എല്ലാം എനിക്കറിയണം. അർജുൻ ചോദിച്ചതും അഭി പറഞ്ഞു തുടങ്ങി. എമി വർഗീസ്, നാട് കേരളത്തിൽ, പാല. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കൊച്ച. ഇനി നിനക്കെന്താ അവളെപ്പറ്റി അറിയേണ്ടത്? എനിക്ക് ഒന്നും അറിയണ്ട. അവളെ ഇവിടെ നിന്നും പറഞ്ഞു വേണം. അർജുൻ പറഞ്ഞു തീർന്നില്ല. അഭി പറഞ്ഞു. പറ്റില്ല. എന്തിൻ്റെ പേരിൽ ഞാൻ അവളെ പറഞ്ഞു വിടും? നിൻ്റെ പേഴ്സണൽ റീസണിൻ്റെ പേരിൽ ഒരു പാവം പെൺകൊച്ചിനെ നോവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ നീ പറഞ്ഞത്? എൻ്റെ പേഴ്സണൽ റീസൺസോ എന്നോ? അത് നിനക്ക് എങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ തോന്നി അഭി? നിനക്കെല്ലാം അറിയാവുന്നതല്ലേ? എൻ്റെ സ്ഥാനത്ത് നീ ആണേലും ഇങ്ങനെയൊക്കെയല്ലേ പെരുമാറൂ? അഭി പറഞ്ഞു തുടങ്ങി. അർജുനെ, ഡാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൾക്ക് നിന്നെ അറിയാമോ? ഇല്ല. നിന്നെ ആദ്യമായിട്ടാണ് അവൾ കാണുന്നത് പോലും. അവൾക്ക് നിൻ്റെ വൈഫ് പ്രിയെ അറിയുമോ? എന്തിന്? നിൻ്റെ വീട്, കുടുംബം, നിൻ്റെ കുഞ്ഞ്, ആരെങ്കിലും? ഇവരാരെയും അറിയാത്ത ഒരു പാവം പെൺകൊച്ചിൻ്റെ ജീവിതം വെച്ച് കളിക്കാൻ ഞാനില്ല അർജുൻ. അവൾ ഒരു പാവമാണ്. ഒരു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പാവം പെൺകുട്ടി. അതാണ് എൻ്റെ എമി. അതിന് അർജുൻ കണ്ണുകൾ ചുരുക്കി അഭിയെ നോക്കി. നോക്കണ്ട, എല്ലാത്തിനും ഒരർത്ഥമല്ല ഉള്ളത്. അവൾ എനിക്ക് എൻ്റെ പെങ്ങളെ പോലെയാണ്. നിൻ്റെ ഈ ഒരവസ്ഥയിൽ ഞങ്ങൾക്കെല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷേ നിൻ്റെ ഭാര്യ പ്രിയയുടെ മുഖച്ഛായ മാത്രമാണ് അവൾക്കുള്ളത്. അല്ലാണ്ട് അവൾ പ്രിയയല്ല, അവൾ എമിയാണ്. അവളെ വേദനിപ്പിക്കുന്ന ഒഴിച്ച് നീ എന്ത് വേണമെങ്കിലും എന്നോട് പറ. ഞാൻ കണ്ണുകളടച്ച് കേൾക്കാം, അനുസരിക്കാം. ഓ റിയലി? എൻ്റെ എന്ത് കാര്യത്തിലും നീയും ദിവ്യ അവളും ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് ഇവിടേക്ക് ഞാൻ വന്നത്. എനിക്ക് തെറ്റി. പിന്നെ അവൾ, എന്താ അവളുടെ പേര്? എമി. അവൾക്ക് ഞാൻ കൊടുത്തോളാം 8ൻ്റെ പണി. കൊടുക്കാം. അവൾ തന്നെ ഇവിടെ നിന്നും റെസിഗ്നേഷൻ കൊടുത്ത് ഇറങ്ങിപ്പോകും. നീ കണ്ടോ? അതും പറഞ്ഞ് അർജുൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. അഭി അവനെ പിറകേന്ന് വിളിച്ചു. എങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയതേയില്ല. അഭി ദിവ്യയ്ക്ക് കോൾ ചെയ്ത് അവിടെ നടന്ന കാര്യങ്ങൾ വിവരിച്ച് കേൾപ്പിച്ചു. ദിവ്യ ഞെട്ടി. അഭി, അർജുൻ ഇവിടേക്ക് വന്നിട്ട് കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേ അവർ തമ്മിൽ കണ്ടോ? ദിവ്യ ചോദിച്ചു. അതിന് അഭിയൊന്ന് മൂളി. അതല്ലേ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. അവൻ അവളോട് പകയുള്ളതുപോലെയാണ് പെരുമാറുന്നത്. പാവം എമി, അവൾ താങ്ങില്ല. നീ എന്താ ഒരു വഴി? അഭി വിഷമത്തോടെ പറഞ്ഞു. പാവ എമി, അവൾ ആ പ്രിയെപ്പോലെ ഇരിക്കുന്നതൊഴിച്ച് അവൾ എന്ത് തെറ്റാണ് അർജുനോട് ചെയ്തത്? എനിക്കിത് ഉൾക്കൊള്ളാൻ വയ്യ അഭി. ദിവ്യ അവളുടെ അഭിപ്രായം പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെ ഹോസ്പിറ്റൽ, അവൻ്റെ സ്റ്റാഫ്. ഒന്നോർത്താൽ നമ്മളും ഇവിടെ വെറുമൊരു സ്റ്റാഫല്ലേ. കണ്ടറിയാം എന്താ സംഭവിക്കുന്നതെന്ന്. അഭി ദിവ്യയുടെ കോൾ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലേക്ക് ഇടാൻ പോയതും നേഴ്സിംഗ് സൂപ്രണ്ട് സാലി അഭിയുടെ ഫോണിലേക്ക് വിളിച്ചു. സർ, അവർ നീട്ടി വിളിച്ചു. അഭിക്ക് ചൊറിഞ്ഞു കയറി. ഈ പെണ്ണുമ്പിളിക്ക് എന്താണോ വേണ്ടത്? വയസ്സുകാലത്ത് ഓരോന്നിൻ്റെ ഇളക്കം. അത് അവൻ മനസ്സിലായി പറഞ്ഞു. അതിന് അഭി അല്പം കടുപ്പിച്ച് പറഞ്ഞു. പറയൂ സാലി. അതെ സാർ, ഞാൻ MDയുടെ റൂമൊക്കെ നമ്മുടെ പിള്ളേരെ വിട്ട് ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് കേൾക്കെ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അപ്പോൾ നിങ്ങളാണ് അവരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? ലുക്ക് സാലി, അവർ ക്ലീനിങ് സ്റ്റാഫ് അല്ല, നേഴ്സിംഗ് സ്റ്റാഫാണ്.
പഠിച്ച കുട്ടികളാണ്. അവരെ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തി കെട്ടരുത്. ഇപ്പോൾ അർജുൻ വാർഡ്സും റൂംസുമൊക്കെ റൗണ്ട്സ് നടത്തുകയാണ്. കൂടെ സുധാമണിയുമുണ്ട്. അവരുടെ കണ്ണുകൾ അർജുനിൽ ഒഴുകി നടക്കുന്നുണ്ട്. അവൻ ശ്രദ്ധിച്ചുവെങ്കിലും അർജുൻ അവരെ മൈൻഡ് ചെയ്യാതെ രോഗികളുമായി സംസാരിച്ചുകൊണ്ട് നിന്നു. അപ്പോഴാണ് സൂപ്രണ്ട് സാലി അവളുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നത്. സുധാമണി പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് കയ്യിൽ പിടിച്ചു. ഡോക്ടർ അർജുനോടായി എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. അവൾ പോയതും അർജുൻ പിടിച്ചു വെച്ചിരുന്ന ശ്വാസം പുറത്തേക്ക് വിട്ടു. അത് പിന്നെ നമുക്കൊരാളെ നമ്മൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറുമ്പോഴും നോക്കുമ്പോഴും നമ്മളിൽ ഉടലെടുക്കുന്ന ഒരസ്വസ്ഥതയില്ലേ, അതിൽ നിന്നുമാണ് പാവം അർജുൻ ഇപ്പോൾ രക്ഷപ്പെട്ടത്. സുധാമണി കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. മറുതലക്കൽ സാലിയായിരുന്നു. സുധാ, ആ പെൺപിള്ളേർ എവിടെയാ? അത് കേട്ടതും സുധാമണി തിരക്കി. ആരാ അക്ക? സുധാമണി വിനയം വാരി വിതറി. സാലി പറഞ്ഞു, ആ എമി, കാർത്തിക. സുധയ്ക്ക് മനസ്സിലായി അവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഭാഗപ്പിഴവ് സംഭവിച്ചു എന്നുള്ളത്. സുധ വിനയപൂർവ്വം ചോദിച്ചു, എന്താ അക്ക അവളുമാരെന്താ ഒപ്പിച്ചത്? അത് കേൾക്കെ സാലി തുറന്നു. നീ നിൽക്കുമ്പോഴല്ലേ അവളുമാരെ ഞാൻ അർജുൻ സാറിൻ്റെ റൂം വൃത്തിയാക്കാൻ വിട്ടത്? അവളുമാർ അത് ചെയ്തതുമില്ല, നേരെ അഭിലാഷ് ഡോക്ടറിനോടായി എന്നെപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നു. അത് കേട്ടതും സുധാമണിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ ഉഷാറായി എഴിയുന്ന തിരിയിൽ എണ്ണ ഒഴിച്ചു പറഞ്ഞു തുടങ്ങി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അക്കയോട് അവളെ വളരാൻ അനുവദിക്കരുതെന്ന്. അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു അക്കയെപ്പറ്റി അഭിലാഷ് ഡോക്ടറിനോട് പറയാൻ? അവൾക്കറിയാം അഭിലാഷ് ഡോക്ടറിന് അക്കയെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ സ്നേഹബന്ധം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അവൾ. സുധ എരിവും പുളിയും ചേർത്ത് പറഞ്ഞു. അത് സാലിക്ക് നന്നായി ബോധിച്ചു. അഭിലാഷ് ഡോക്ടറിന് തന്നെ ഇഷ്ടമാണ് നിങ്ങളുടെ സ്നേഹബന്ധം. സാലിക്ക് ആ വാക്കുകൾ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നി. സാലി കോള് കട്ട് ചെയ്ത് താഴേക്ക് നടന്നു. OPD ചെല്ലുമ്പോൾ എമി അവിടെ പേഷ്യൻസിൻ്റെ ഫയൽ ക്രമത്തിൽ അടുക്കി വെക്കുകയായിരുന്നു. വർദ്ധിച്ചു വന്ന ദേഷ്യത്തിൽ ഡോറൊന്ന് നോക്കുപോലും ചെയ്യാതെ അതിലേക്ക് ഇടിച്ചു കയറി. എമിയെ കണ്ണു പൊട്ടുന്ന തെറി വിളിക്കാൻ തുടങ്ങി സാലി. അവളൊരു നിമിഷം ഒന്ന് പതറി. എമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പല പേഷ്യൻസും അവിടെ കൂടെ വന്നവരും എമിയെയും സാലിയെയും നോക്കി പരസ്പരം എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ഇതേ സമയമാണ് അർജുൻ അവിടേക്ക് വരുന്നത്. തൻ്റെ ക്യാബിന് മുന്നിൽ ആളുകൾ നിൽക്കുന്നതും ആരോ ഉച്ചത്തിൽ സംസാരിക്കുന്നതും കേൾക്കെ അവൻ സെക്യൂരിറ്റിയോട് വേണ്ടുന്ന നിർദ്ദേശം കൊടുത്തു. ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറിയതും നിറഞ്ഞ മിഴികളുമായി അവിടെ നിൽക്കുന്ന എമിയെ കാണുകെ അർജുൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. അവൻ എമിയെ പിടിച്ചു മാറ്റി സാലിയുടെ മുന്നിലേക്ക് കയറി നിന്നു. എന്താ സാലി പ്രശ്നം? അർജുൻ അത് ചോദിക്കെ അവർക്ക് ഉത്തരം മുട്ടി. സാലി കിടന്ന് വിൽക്കാൻ തുടങ്ങി. അതിന് അർജുൻ അവളെ കൂർപ്പിച്ചു നോക്കി. അപ്പോൾ കാരണമൊന്നും ഇല്ലാതെയാണ് എൻ്റെ പെണ്ണ്. പെട്ടെന്ന് അവനതങ്ങ് വിഴുങ്ങി. എൻ്റെ സ്റ്റാഫിനെ എൻ്റെ മുന്നിൽ വെച്ച് ഇത്രയും ആളുകൾ നോക്കി നിൽക്കെ ഇത്രയും പറഞ്ഞത് അത് സാലിയുടെ പ്രായത്തിൻ്റെയാണ്. പ്രായമായി വരികയല്ലേ, വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ പറ, നമുക്ക് വഴിയുണ്ടാക്കാം, അർജുൻ പറഞ്ഞു. അർജുൻ്റെ വാക്കുകൾ കേൾക്കെ സാലി ഞെട്ടി. തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും എന്ന്, അതും ഇവൾക്ക് വേണ്ടി. അവളുടെ കണ്ണുകൾ എമിയോടുള്ള പകയെരിഞ്ഞു. സോറി സർ, അതും പറഞ്ഞ് പോകാൻ തുടങ്ങിയ സാലിയെ അർജുൻ പുറകിൽ നിന്ന് വിളിച്ചു. സാലി തിരിഞ്ഞു നോക്കിയതും അർജുൻ പറഞ്ഞു, ഇനി ഇവളെപ്പറ്റി എന്തേലും പറയാൻ സാലിയുടെ നാവ് പൊങ്ങിയ പിന്നെ നീ ഇവിടെ ഉണ്ടാവില്ല.